ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ്ങിൻ്റെ ടിപ്സുമായിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടല്ലേ, അത് കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ കറുത്ത് ഇതുപോലെ വരും അല്ലേ. അത് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. ഗ്യാസ് ഇവിടെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ ആ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു രീതി കാണിക്കാവുന്ന. ഇപ്പോൾ അതിൻ്റെ ആ ബർണറിൽ തീ കത്തുന്ന കാണുമ്പോൾ ഒക്കെ അറിയാം, തീരെ ഒട്ടും ഒരു വെളിച്ചമില്ലാത്ത രീതിയിലാണ് കത്തുന്നത് അല്ലേ. കണ്ടത് ഫുള്ളായിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇനി അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഒരു ബൗളിലോട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഗ്ലാസ് ബൗൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള ഫൈബർ ഗ്ലാസ്സുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലത്തെ ഗ്ലാസ് ബൗളുകൾ യൂസ് ചെയ്യുക. ആ എല്ലാ ബർണറുകളും നമുക്കിതുപോലെ തന്നെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്വല്പം ടാപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതെല്ലാം മുങ്ങിക്കിടക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് വിനീഗറാണ്. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പതഞ്ഞിങ്ങി പൊങ്ങി വരും. അപ്പോൾ ഒരു സ്വല്പമായിട്ട് ഇങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടാൽ നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ടല്ലേ. അതിനുശേഷം ഇനി അതിലോട്ട് ഒരു അരമുറി നാരങ്ങ, അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുക. ഈ നാരങ്ങയ്ക്ക് പകരം സിട്രിക് ആസിഡിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു അരമുറി നാരങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിനോട് ചേർത്ത് കൊടുക്കേണ്ടത് ഹാർപ്പിക്കാണ്. ഏകദേശം 1 ടീസ്പൂണോളം ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 15 to 30 മിനിറ്റ്സോളം നമുക്കിതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എന്ന് വെച്ചാൽ അവിടെ ഇരുന്നത് നല്ലതായിട്ട് അതിൻ്റെ ചെളിയൊക്കെ ഇളകണം. അതിനുവേണ്ടി നമുക്കതവിടെ ഒരു സൈഡിൽ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പിലെ അതിലുള്ള ഈ ചെളികളെല്ലാം നമുക്ക് ഇളക്കിക്കളയണം. ആ സെയിം സൊല്യൂഷൻ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന പോലെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ ഗ്യാസ് സ്റ്റവ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. കണ്ടിപ്പോൾ നല്ലതായിട്ട് അതിൽ ഫുള്ളിങ്ങനെ ഡേർട്ടുണ്ട് അല്ലേ. ആ ഡേർട്ടെല്ലാം പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. വേറെ സൊല്യൂഷനൊന്നും നമ്മൾ റെഡിയാക്കി എടുക്കണ്ട. ആ സെയിം സൊല്യൂഷനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അത് ഫുള്ളി ഞാൻ സ്പ്രെഡാക്കി വെച്ചു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉരച്ചു കൊടുക്കാം. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒത്തിരി പ്രഷറൊന്നും കൊടുത്ത് നമ്മൾ ഉരയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാൽ മതി. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഒത്തിരി പ്രഷറൊന്നും എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം പറ്റിപ്പിടിച്ചിരുന്നത് പോകുന്നുണ്ട്. ക്ലീൻ ആയിട്ട് വരുന്നത് നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്കിതൊരു തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഫുള്ളായിട്ടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ കണ്ടോ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. കണ്ടോ, പളവളാന്നിപ്പോൾ അത് മിന്നുന്നുണ്ടല്ലേ. അത്രയും അത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നേരത്തെ ഇത് നല്ല ബ്ലാക്ക് കളറിലാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ കണ്ടോ, ശരിക്കും നല്ല കളർ ഡിഫറൻസ് ഉണ്ട്. നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക. ഇത് വൃത്തിയായി വന്ന സമയം കൊണ്ട് നമ്മൾ മുമ്പേ ഗ്ലാസ് ബൗളിൽ കുറേ നമ്മുടെ ബർണറിൻ്റെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നോ, അതെല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് തൊടാവുന്ന ചൂടേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ കൈകൊണ്ട് എടുക്കാവുന്ന ഒരു ചൂടേ ഉള്ളൂ. ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനിയും അത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ച് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് ഇളകി വരുന്നുണ്ടല്ലേ. ഇപ്പം നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിരിക്കുന്നത്. ഇനി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. ആ റബ്ബ് ചെയ്യുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് ഇളകി വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി പ്രഷറൊന്നും കൊടുത്ത് സ്ക്രബ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ കാണാൻ പറ്റുന്നില്ല, നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇനി അത് നല്ലതായിട്ടൊന്ന് നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം. ഞാനൊരു നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടത് നല്ല ക്ലീനായി. എങ്ങനെ ഇരുന്ന ഒരു ബർണറായിരുന്നു അല്ലേ. ഇപ്പോൾ കണ്ട അത്രയും നല്ല ക്ലീൻ ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് നല്ലതായിട്ടിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കി 2 പിള്ളേർ 2 പേരും ഓരോന്ന് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അവരത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇത് 2 ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ കണ്ട ആ കറുത്തിരുന്നതെല്ലാം പോയി നല്ല മിനുമിനാന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഗ്യാസ് ലാഭം ഇതിനകത്തുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇത് പിള്ളേർ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നതാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരും അത് ക്ലീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. കേട്ടോ, വളരെ പെട്ടെന്നാണ് അത് കത്തുന്നത്. മറ്റേ നമ്മളൊന്ന് കത്തിച്ചാൽ അത് കത്തില്ലായിരുന്നു. ഈ കരടെല്ലാം കയറി അടഞ്ഞിരിക്കുന്ന കാരണം കത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ട 4 ബർണർ നല്ല നീറ്റായിട്ടുണ്ട്. എങ്ങനെ ബ്ലാക്ക് കളറിൽ ഇരുന്ന അല്ലേ, അത്രയും നീറ്റാക്കി ഇതെടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.